ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് റെഡി ആയിട്ട് പോകുന്നത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ കുറേ അധികം സംഭവങ്ങൾ വന്നിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുവാണ്. ഞാനും മക്കളും മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ 2 വീലറിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്റ്റൈലായിട്ട് പോകാമെന്ന് വിചാരിച്ച് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. രണ്ടുപേരെയും വണ്ടിയിൽ കയറ്റുന്നത് ഒരു വലിയ ചടങ്ങ് തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് അവർ ഒരു വിധത്തിൽ വണ്ടിയിൽ കയറി ഞങ്ങളിതാ ബീച്ചിലെത്തി കേട്ടോ. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. കുറച്ച് ദൂരെയാണ് ഞങ്ങൾ വണ്ടി വെച്ചിരുന്നത്. അതുകൊണ്ട് കുറച്ച് നടക്കേണ്ട കാര്യമുണ്ടായിരുന്നു. സൈഡിൽ കടകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവന്മാർ വഴക്കുണ്ടാക്കുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. സൺഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്ര വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ദേ ആ കൂടാരത്തിലാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ ടിക്കറ്റൊക്കെ എടുത്തു. ഇളയാൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എടുത്ത് ഞങ്ങൾ നേരെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നേ. അപ്പം ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് വാതിക്കെ സെക്യൂരിറ്റിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പുള്ളിയുടെ ഈ ടിക്കറ്റൊക്കെ കൊടുത്തു, അകത്തോട്ട് കയറി. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം പറ്റി കേട്ടോ. ഇവിടെ നമ്മുടെ ആലപ്പുഴക്കാർ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ഡ്രസ്സും കൂടെ എടുത്തേക്കണം കേട്ടോ. നമുക്ക് അവിടെ മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ ചൂട് സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇതുള്ളത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കത് വലിയൊരു ഫോൾട്ടായിട്ട് തോന്നി കേട്ടോ, ഞങ്ങൾ അഡീഷണൽ ഡ്രസ്സ് എടുക്കാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ അത് കാരണം കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ. പിന്നെ വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഒരുപാട് സമയം അവിടെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ അപ്പുറത്ത് കുറേ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. പിന്നെ അവിടെ റോബോട്ടും ഒരു നല്ല ഹൈറ്റുള്ളൊരു റോബോട്ട് ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അങ്ങനെ പിള്ളേരുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അപ്പുറത്ത് നമുക്ക് ഫ്ലവറിൻ്റെ ഒരു ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോയി കേട്ടോ. ദേ ഇതാണ് റോബോട്ട്. ആർക്ക് വേണമെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കാം. ഞാൻ എടുത്തില്ല, പിള്ളേരെ കൊണ്ട് എടുപ്പിച്ചു. നമ്മളിങ്ങനെ ഈ പാസേജിൽ കൂടെയാണ് ഫ്ലവറിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. ഇവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ഞങ്ങൾ 3 പേരും മാത്രം ആയതുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. അങ്ങനെ നമ്മൾ ഈ പാസേജിൽ കൂടെ നടന്ന് കണ്ടോ, ഫ്ലവർ നല്ല മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പാസേജ് പോലെ തന്നെ വന്നിട്ട് ഇതിൻ്റെ അപ്പുറത്ത് ഹാർട്ട് ഷേപ്പിലും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബട്ടർഫ്ലൈ ഉണ്ട്, എയ്റോപ്ലെയിൻ ഉണ്ട്, ആന, അങ്ങനെ ഒരുപാട് നമുക്ക് നല്ല ഭംഗിയുള്ള നമ്മൾ ഈ വിദേശത്തൊക്കെ പോയിട്ട് കാണുന്ന ഗാർഡൻ പോലെയുള്ള അതുപോലെയുള്ളൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു.